ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. നിങ്ങളേവരും കാത്തിരിക്കുന്ന നൈനുടിയും ആദർശിന്റെയും ഇനി വരാൻ ഇരിക്കുന്ന അടുത്ത ആഴ്ചയിൽ, അതായത് ഞായറാഴ്ചയായിട്ട് നമുക്ക് ഈ ആഴ്ചയിലെ വിശേഷം എന്ന് പറയാം അല്ലെ. അപ്പൊ ഈ ആഴ്ചയിലെ വിശേഷത്തിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. അങ്ങനെ ചേരി തിരിഞ്ഞുള്ള മത്സരമാണ് കേട്ടോ ഇനി നമ്മൾ അനന്തപുരി തറവാട്ടിൽ കാണാൻ പോകുന്നത്. നിങ്ങൾ ഇന്നത്തെ പ്രമോവിശേഷം കണ്ട് കാണുമല്ലോ. രണ്ട് ചേരിയായിട്ട് തിരിഞ്ഞ് അനന്തപുരി തറവാട് വെട്ടിക്കീറാൻ തന്നെയാണോ ഉദ്ദേശിച്ചിരിക്കുന്നത് എന്ന് അനന്തമൂർത്തിക്ക് പോലും അറിയില്ല. ഈ യുദ്ധം നോക്കിക്കാണുക എന്നുള്ളതല്ലാതെ വസന്തരയ്ക്കും അനന്തമൂർത്തിക്കും വേറൊരു നിവർത്തിയില്ല. കാരണം മക്കൾ ഇങ്ങനെ രണ്ടു വശം തിരിഞ്ഞ് വീട്ടിൽ രണ്ട് അടുക്കളയാകാന്നൊക്കെ പറഞ്ഞാൽ ഒരിക്കലും ആരും സഹിക്കുന്ന കാര്യമല്ല. വീട്ടിലെ കാർന്നോമാരൊക്കെ സഹിക്കില്ലോ, പ്രത്യേകിച്ച് അനന്തമൂർത്തി. ഇതുവരെ ഇങ്ങനെയൊന്നും നടന്നിട്ടില്ലല്ലോ. ഏതായാലും നമ്മുടെ അനാമികയും ജാനകിയും അതുപോലെ തന്നെ നമ്മുടെ ദേവയാനിയും നയനിയും ഒക്കെ ചേർന്ന് രണ്ടായിട്ട് ഭാഗിച്ചിരിക്കുകയാണ് കേട്ടോ. അപ്പൊ അതിന് കാരണം എന്ന് പറഞ്ഞാല് നമ്മുടെ അനാമികയ്ക്ക് ഇനി ഇപ്പം ഭക്ഷണം ഉണ്ടാക്കി വെച്ച് വിളമ്പി കൊടുക്കേണ്ട ഒരു കാര്യവും ഇല്ല ദേവയാനിക്ക്. കാരണം ദേവയാനി ആ സത്യം അറിഞ്ഞു കഴിഞ്ഞു. തന്നെ കൊല്ലാൻ നോക്കിയതും തന്റെ കരള് നശിപ്പിച്ചതും ഒക്കെ ആരാണ്? അനാമികയാണ്. അത് പോട്ടെ, എന്നിട്ട് ആ ഒരു കരളൊന്ന് മാറ്റി വെക്കാൻ തുടങ്ങിയപ്പം എന്നാ പിന്നെ ആ ഒരു സഹതാപത്തിന്റെ പുറത്ത് അല്ലെങ്കിൽ ഒരു കുറ്റബോധത്തിന്റെ പുറത്ത് എന്റെ കരൾ എടുത്തോ എന്ന് പോലും അനാമിക പറഞ്ഞിട്ടില്ല. അവിടെയും അനാമിക സ്വാർത്ഥത കാണിച്ചു. അങ്ങനെ നമ്മുടെ ദേവയാനി നയനോട് പറയുകയാണ്, ഇനി ഒരു ദാക്ഷിണ്യവും ഇല്ല മോളെ. എനിക്ക് അവളെ കാണുമ്പോ ചെകുത്താൻ കുരിശു കാണുന്ന പോലെയാണ്. എനിക്ക് അവൾ ഈ വീട്ടിൽ നിൽക്കുന്നതേ അസ്വസ്ഥതയാണ്. അതുകൊണ്ട് അവളെ ഇവിടെ നിന്ന് പുറത്ത് ചാടിക്കാനുള്ള എല്ലാ കാര്യങ്ങളും നമുക്ക് ചെയ്യണം. ഇനി അവള് എന്റെ മുമ്പില് ഒരു പുഴുവിന്റെ വില പോലും കാണില്ല അവക്ക്. അതുപോലെ അവളെ ഞാൻ ആക്കി മാറ്റാൻ പോവാ. അവളുടെ വിചാരം എന്താ? അവള് വലിയ കൊമ്പത്തെ ആളാണെന്നല്ലേ? പക്ഷേ അവള് വലിയ കൊമ്പത്തെ ആളൊന്നുമല്ല. അവളുടെ അങ്ങനത്തെ ഒരു വിചാരം അത് ഞാൻ മാറ്റി തിരുത്തി കുറിച്ച് അനന്തപുരി തറവാട്ടിൽ നിന്ന് അവളെ കെട്ടിക്കാൻ പോവാന്ന് പറയുമ്പം നയന പറയുന്നുണ്ട്, അതൊക്കെ നടക്കാൻ പോകുന്ന കാര്യമാണോ അമ്മേ? അതൊക്കെ നടക്കുവോ? മാത്രമല്ല മുത്തശ്ശനും മുത്തശ്ശിയും അതിനെ സമ്മതിക്കുവോ? മുത്തശ്ശനും മുത്തശ്ശിയും സമ്മതിച്ചാലും സമ്മതിച്ചില്ലെങ്കിലും അവൾ ഇവിടെ നിന്ന് തോറ്റു തുന്നം പാടി മുട്ടുകുത്തി ഏറ്റവും ഇട്ടിട്ട് ഇവിടെ നിന്ന് പോകും. അതുപോലത്തെ എട്ടിന്റെ പണിയാണ് നമ്മുടെ ദേവയാനി പണിയാൻ പോകുന്നത്. സത്യമായിട്ടും ആ ഒരു പണി തന്നെയാണ് നമ്മൾ ഇനി കാണാൻ പോകുന്നത് കേട്ടോ. അങ്ങനെ നമ്മുടെ ദേവയാനി അനാമികയ്ക്ക് ഇഷ്ടമുള്ള സാധനങ്ങളൊക്കെ ഉണ്ടാക്കി കൊടുത്തോണ്ടിരുന്നതാ. അങ്ങനെ അനാമികയ്ക്ക് കിച്ചണിൽ കയറാനോ ഒന്നും ഉണ്ടാക്കാനോ ഒന്നും അറിയില്ല. അങ്ങനെ നമ്മുടെ ദേവയാനി വീട്ടില് എന്തോ സ്വീറ്റ്സും പലഹാരങ്ങളും ഒക്കെ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്ന സമയത്ത് അനാമിക കയറി വന്നിട്ട്, അയ്യോ ഇത് എന്ത് പലഹാരമാ വല്യമ്മ ഉണ്ടാക്കുന്നത്? എനിക്ക് വേണ്ടി ആയിരിക്കുമല്ലേ എന്നൊക്കെ ഇങ്ങനെ ചോദിക്കുകയാണ്. അപ്പം പറഞ്ഞു, ആർക്ക് വേണ്ടി? നിനക്ക് വേണ്ടിയോ? ഇതേ നിനക്ക് വേണ്ടിയല്ല, ഇത് എന്റെ മരുമകൾക്ക് വേണ്ടിയാ. അതെന്താ വല്യമ്മ അങ്ങനെ പറയുന്നത്? അപ്പൊ ഇത് വല്യമ്മ എനിക്ക് തരില്ലേ? സത്യം പറഞ്ഞാലേ അനാമികെ, ഇത് ഞാൻ നിനക്ക് തരില്ല. ഇത് എന്റെ മരുമകൾക്കും മകനും ചന്തുമോൾക്കും ഒക്കെ വേണ്ടിയാ ഞാൻ ഉണ്ടാക്കുന്നത്. അല്ല, നീ നാഴേക്ക് 40 വട്ടം നിന്റെ അമ്മായിയമ്മേനെ കുറിച്ച് പുകഴ്ത്തിയും നിന്റെ അമ്മായിയമ്മ നിന്നെ കുറിച്ച് പുകഴ്ത്തിയും ഒക്കെ പാടി നടക്കുകയാണല്ലോ. അപ്പൊ പിന്നെ എന്താ അവര് വെച്ചുണ്ടാക്കി തരുന്നത് നിനക്ക് കഴിക്കത്തില്ലേ? ഇതിന്ന് മോക്ക് ഞാൻ തരില്ല. മാത്രമല്ല ഇനി ഒരു സാധനവും ഞാൻ ഉണ്ടാക്കി അനാമികയെ നീ കഴിക്കില്ലാന്ന്. ഇത് കേട്ടപ്പോ അനാമിക, ഇതെന്താ വല്യമ്മ ഇങ്ങനെയൊക്കെ എന്നോട് സംസാരിക്കുന്നത്? വല്യമ്മയോട് ഞാൻ എന്ത് തെറ്റാ ചെയ്തേക്കുന്നത്? നീ ചെയ്ത തെറ്റൊന്നും എന്നെക്കുറിച്ചൊന്നും പറയാന് ഇപ്പൊ എനിക്ക് താല്പര്യമില്ല. നീ ചെയ്ത തെറ്റെന്താണെന്ന് നിനക്കറിയാലോ, അത് മതി. പിന്നെ നീ പറയാതിരുന്ന പല കാര്യങ്ങളും ഞാൻ അറിഞ്ഞിട്ടുണ്ടെന്ന് നീ വിചാരിച്ചോ? അതുകൊണ്ട് തന്നെ നീ നയനിയെ എങ്ങനെ കാണുന്നോ അതുപോലെ ഇനി എന്നെ കണ്ടാ മതി. നിന്റെ ശത്രു തന്നെയായിരിക്കും ഞാന്. എന്റെ നയനമോൾക്ക് ഞാൻ ഉണ്ടാക്കി വെച്ച് കൊടുക്കുന്ന സാധനമൊന്നും നിനക്ക് തരേണ്ട കാര്യമില്ല എന്ന് തന്നെ മുഖത്ത് നോക്കി പറഞ്ഞു. കാലി വന്നിട്ട് ചെന്നില്ലേ നമ്മുടെ ജാനകിയുടെ അടുത്തേക്ക്. അമ്മയെ കണ്ടോ? എന്നെ മാറ്റി നിർത്തിയിട്ട് അവളെ ഉണ്ണുകയും ഊട്ടുകയും ഉറക്കുകയൊക്കെ ചെയ്യുന്നത് കണ്ടോ? എനിക്ക് മനസ്സിലാവുന്നുണ്ട്, എല്ലാം എനിക്ക് മനസ്സിലാവുന്നുണ്ട്. പക്ഷാഭേദം കാണിക്കുക എനിക്ക് മനസ്സിലാവുന്നുണ്ടെന്ന് പറഞ്ഞപ്പം, അയ്യോ മോള് വിഷമിക്കാതെ. ഇല്ല, ഇനി ഒരു നിമിഷം ഞാൻ ഇവിടെ നിൽക്കില്ലമ്മേ, ഞാൻ പോകുക. എല്ലാവരും എന്നെ വെറുത്തു. വല്യമ്മയല്ലേ ഈ വീട്ടിൽ എന്നെ ഏറ്റവും കൂടുതൽ സ്നേഹിച്ചിരുന്നത്. ഞാനും വല്യമ്മേനെ സ്നേഹിച്ചിരുന്നു. എന്നിട്ടും വല്യമ്മ ഇപ്പൊ എന്നെ വെറുത്തു വെറുത്ത് 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 ഇപ്പൊ എന്തേ വല്യമ്മ ഉണ്ടാക്കുന്ന ഭക്ഷണം പോലും എനിക്ക് തരുന്നില്ല. അതുകൊണ്ട് ഞാൻ ഇവിടെ നിൽക്കില്ല. എനിക്കിനി ഇവിടെ നിൽക്കേണ്ട കാര്യമില്ല. എന്നെ ആരാ അതിന് സ്നേഹിക്കുന്നത്? അയ്യോ മോൾ ഈ വീട്ടിൽ നിന്ന് പോയാൽ ഞാൻ തോക്കുന്നത് പോലെയാ. അതുകൊണ്ട് മോള് പോകാൻ പാടില്ല. അപ്പൊ ജലജയം വന്നിട്ട്, എന്താ ജാനകി പ്രശ്നം? എന്താ മോള് പോവാന്ന് പറയുന്നേ? അപ്പോഴത്തേക്കും ജാനകി പറഞ്ഞു, എന്ത് ചെയ്യാനാ ജലജ, ഇവിടെ നടക്കുന്ന കാര്യങ്ങളൊക്കെ കണ്ടിട്ടേ സത്യം പറഞ്ഞ
പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നീ പറഞ്ഞ പോലെ ഈ വീട് വീതം വെച്ച് കിട്ടുകയാണെങ്കിൽ അതായിരിക്കും നല്ലത്. അവനവന്റെ കാര്യം നോക്കി പോവത്തില്ലേ? അല്ലാതെ ഇതൊന്നും കാണുകയും കേൾക്കണം ചെയ്യേണ്ട കാര്യമില്ലല്ലോ. അവള് വലിയ പത്രാസുകാരി, അവളാണല്ലോ ഇപ്പൊ അനന്തപുരി തറവാട്ടിലെ ചാവി കൊണ്ട് നടക്കുന്നത്. ആ നയന അവള് കള്ളം പറഞ്ഞ് കല്യാണം കഴിച്ച് കയറി വന്നവള്. അപ്പോഴത്തേക്കും ജലജ മനസ്സിൽ വിചാരിക്കുക, അവള് മാത്രമല്ലല്ലോടി നിന്റെ മരുമകളും കള്ളം പറഞ്ഞ് തന്നെയാടി കയറി വന്നിരിക്കുന്നത് എന്ന് ജലജ മനസ്സിൽ വിചാരിക്കുന്നുണ്ട്. പക്ഷെ ജലജ പറയുന്നില്ല. എന്നിട്ട് ജലജ പറയാണ്, ജാനകി ഇതങ്ങനെ വിട്ടുകൊടുക്കാൻ പാടില്ല. നീയും നിന്റെ മരുമകളും ഒറ്റക്കെട്ടായിരിക്കണം. ഞങ്ങൾ നിന്റെ കൂടെയുണ്ട്. നീ എന്തിനാ വിഷമിക്കുന്നത്? അങ്ങനെ തല്ലി പിരിയാണെങ്കിൽ അങ്ങ് പിരിയട്ടെ. നമ്മുടെ വിധം നമുക്ക് കിട്ടട്ടെ. അത് ആദർശ നയനിയും നോക്കിയും നടത്തേണ്ട കാര്യമില്ലല്ലോ. അതുകൊണ്ട് രണ്ടും കൽപ്പിച്ചങ്ങ് ഇറങ്ങാം. അതെ, അടുക്കളയിൽ കയറാനുള്ള അവകാശം ദേവയാനിക്ക് മാത്രമല്ലല്ലോ, ഏടത്തിക്ക് മാത്രമല്ലല്ലോ. അതിനുള്ള അവകാശം നമുക്കുണ്ട്. ബാ, നമുക്കും പോയി ഉണ്ടാക്കാം. അനാമിക മോൾക്ക് എന്താ ഇഷ്ടം എന്ന് വെച്ചാൽ പറഞ്ഞാൽ മതി. അത് ജാനകി ഉണ്ടാക്കി തരൂന്നേ. അപ്പൊ ജാനകിയുടെ മുഖം വല്ലാതെ ആവുന്നുണ്ട് കേട്ടോ. ഇതെല്ലാം ഉണ്ടാക്കണമല്ലോ. എന്നാലും ജാനകി വിട്ടുകൊടുക്കാൻ തയ്യാറല്ല. ജാനകി കിച്ചണിൽ ചെന്നു. കിച്ചണിൽ ചെന്നിട്ട്, ഏടത്തി എന്ത് പരിപാടി ഏടത്തി കാണിച്ചത്? ഏടത്തി എന്തിനാ എന്റെ മരുമകളെ ഇപ്പം മാറ്റി നിർത്തുന്നത്? അവള് മാത്രമല്ലേ ഏടത്തിക്ക് സ്നേഹിക്കാനുണ്ടായിരുന്നുള്ളൂ. ഇപ്പം അവളെ കണ്ണിന് കണ്ടുകൂടല്ലേ? അപ്പോഴത്തേക്കും നമ്മുടെ ദേവയാനി ഒരു ചിരിച്ച മുഖത്തോടു കൂടി പറഞ്ഞു, അതെ ജാനകി, നേരത്തെ നിനക്ക് സ്നേഹിക്കാനും നയനെ മനസ്സിലാക്കാനും ഒക്കെ പറ്റുമായിരുന്നല്ലോ. എന്നിട്ട് നിനക്കൊരു പെട്ടെന്നൊരു മാറ്റം വന്നില്ലേ? അതുപോലെ എനിക്കൊരു പെട്ടെന്ന് മാറ്റം വന്ന് നീ അങ്ങ് കരുതിയാൽ മതി. പിന്നെ എന്റെ മരുമകൾക്ക് വേണ്ടത് ഞാൻ വെച്ചുണ്ടാക്കി കൊടുക്കും. പിന്നെ അവക്ക് ആവശ്യമുള്ളത് അവക്ക് ഉണ്ടാക്കാനും അറിയാം. പിന്നെ നിന്റെ മരുമകൾക്ക് വെച്ചുണ്ടാക്കി തരാനൊന്നും ഞാൻ എവിടെയും കരാറൊന്നും ചെയ്തിട്ടില്ലല്ലോ. ഉണ്ടാക്കിക്കോ, നീ ഉണ്ടാക്കി അങ്ങ് കൊടുക്ക്. ഇത് കേട്ട് നമ്മുടെ ജലജ പറഞ്ഞു, എങ്കിലും ഏടത്തി ഇങ്ങനെ ചെയ്യുന്നുള്ളൊരു വിചാരം ഞങ്ങൾക്കില്ലായിരുന്നു. ഈ കുടുംബം നിയന്ത്രിച്ചുകൊണ്ട് പോകേണ്ടതല്ലേ ഏടത്തി? ജലജ, നീ കൂടുതൽ സംസാരമൊന്നും വേണ്ട. ഞാൻ പറഞ്ഞല്ലോ, ഞാൻ പറഞ്ഞത് പറഞ്ഞു. എനിക്ക് അങ്ങോട്ടും ഇല്ല ഇങ്ങോട്ടും ഇല്ല. ദേ, നിങ്ങൾ ഉണ്ടാക്കുവോ ഉണ്ടാക്കാതിരിക്കുവോ? ബാ നയനമോളെ, നമുക്ക് പോകാം എന്ന് പറഞ്ഞ് ചന്തുമോളെ എന്ന് പറഞ്ഞ് കൂട്ടിക്കൊണ്ട് അങ്ങ് പോവാണ്. അങ്ങനെ നമ്മുടെ ജാനകി അങ്ങനെ വിട്ടുകൊടുത്താൽ പറ്റില്ലല്ലോ. മോക്ക് ഇഷ്ടമുള്ള കാര്യം പറ, ഞാൻ മോക്ക് ഉണ്ടാക്കി തരാന്ന് പറഞ്ഞ് ഉണ്ടാക്കുക. ഇതെല്ലാം കണ്ടുകൊണ്ട് വസന്തര നിൽക്കുകയാണ് കേട്ടോ. വസന്തരയ്ക്ക് ഒരു എത്തും പിടിയും കിട്ടുന്നില്ല. വസന്തര നേരെ ദേവയാനിയുടെ അടുത്ത് ചെന്നു. എന്താ ദേവയാനി ഈ കാണുന്നത്? ഈ കുടുംബം രണ്ടടുപ്പായോ എന്ന് ചോദിച്ചപ്പം, അത് പിന്നെ അമ്മേ, രണ്ടടുപ്പാക്കിയതല്ലേ അത്? രണ്ടടുപ്പാക്കിയതാണ്. ഞാനൊരു കാര്യം പറയാം. തെറ്റ് കണ്ടാൽ തെറ്റാണെന്നും ശരി കണ്ടാൽ ശരിയാണെന്നും ചിന്തിക്കാനുള്ള ഒരു ബോധം എനിക്കുണ്ടെന്ന് അമ്മയ്ക്ക് അറിയാലോ. ഒരിക്കലും ഞാൻ വേറെ ആരെയും പഴിക്കുകയോ ഈ വീട്ടില് ഇഷ്ടമില്ലാത്ത കാര്യങ്ങളോ ഈ വീട്ടിന് എന്തെങ്കിലും അന്തസ്സിന്റെ അഭിമാനത്തിന്റെ കുറവൊന്നും ഞാൻ കാണിച്ചിട്ടില്ലല്ലോ. പക്ഷെ ഇപ്പൊ ഇങ്ങനെ കാണിക്കുന്നുണ്ടെങ്കിൽ അതിൻ്റെ ഉള്ളിൽ എന്തെങ്കിലും ഉണ്ടെന്ന് അമ്മയൊന്ന് മനസ്സിലാക്കും. എന്നിട്ട് അച്ഛനോട് പറഞ്ഞ് സമാധാനപ്പെടുത്ത്. പിന്നെ കാര്യങ്ങളൊക്കെ പതുക്കെ അച്ഛനും അമ്മയ്ക്കും മനസ്സിലാകും. അന്ന് അച്ഛനും അമ്മയും ഞാൻ ചെയ്തത് ശരിയാണെന്ന് പറഞ്ഞിട്ട് ദേവയാനി അങ്ങ് പോയി. അപ്പൊ നയനെ അവിടെ ഉണ്ട്. നയനയോട് ചോദിച്ചാൽ, എന്താ മോളെ നിന്റെ അമ്മായി ഈ പറയുന്നത്? എനിക്ക് മനസ്സിലാവുന്നില്ലല്ലോ. അത് പിന്നെ മുത്തശ്ശി, അമ്മ പറയുന്നതിൽ എന്തെങ്കിലും കാര്യമുണ്ടെന്ന് മുത്തശ്ശി വിചാരിച്ചാൽ മാത്രം മതി. ഒരിക്കലും മുത്തശ്ശനെയോ ധിക്കരിക്കുന്നൊന്നും അല്ല അമ്മ. അമ്മയുടെ മനസ്സ് അത്രമാത്രം വേദനിച്ചിരിക്കുകയാണ്. അമ്മയ്ക്ക് ഒരിക്കലും സഹിക്കാൻ പറ്റാത്ത കാര്യമാണ് അമ്മ അറിഞ്ഞിരിക്കുന്നത്. അതിപ്പം മുത്തശ്ശനോടും മുത്തശ്ശിയോടും പറയാനായിട്ട് പറ്റില്ല. കാരണം ഞാൻ അമ്മയ്ക്ക് അത് വാക്ക് കൊടുത്താണ്. അതുകൊണ്ട് തന്നെ നിങ്ങളത് പതുക്കെ അറിയുന്ന ആ ഒരു സമയത്ത് എന്റെ അമ്മായിയമ്മ ചെയ്തത് നല്ലതാണെന്ന് തന്നെ നിങ്ങൾ പറയത്തുള്ളെന്ന്. അങ്ങനെ വസന്തര നേരെ അനന്തമൂർത്തിയുടെ അടുത്ത് പോയിട്ട് കാര്യങ്ങളൊക്കെ പറയാൻ കേട്ടോ. ഇനിയിപ്പോ എന്ത് ചെയ്യുമെന്ന് എനിക്ക് അറിയില്ല. ദേവയാനി ചെയ്യുന്നതിൽ എന്തെങ്കിലും നല്ലതുണ്ടായിരിക്കുമല്ലോ. അവൾ അങ്ങനെയല്ലേ ചെയ്തിട്ടുള്ളൂ. പിന്നെ അവൾക്ക് തെറ്റുപറ്റിയിട്ടുള്ളത് നയനയുടെ കാര്യത്തിൽ, അതിപ്പോ തിരുത്തിയിട്ടുമുണ്ട് എന്ന് പറയുമ്പം മൂർത്തി മുത്തശ്ശൻ പറയുന്നത്, എന്തൊക്കെ പറഞ്ഞാലും ഒരിക്കലും നമ്മൾ ജീവിച്ചിരിക്കുമ്പം ഇങ്ങനെ ഒരവസ്ഥ വരുന്ന ഞാൻ കരുതിയതല്ല. കാരണം അത്രയ്ക്കും ഞാൻ എൻ്റെ കുടുംബത്തെ സ്നേഹിച്ചിരുന്നു. എൻ്റെ കുടുംബം ഒരുപോലെ എല്ലാവരെയും ഒപ്പം പിടിച്ചു കൊണ്ടുപോകാൻ വേണ്ടി നടന്നിരുന്നു. ആദ്യം ജലജ എന്ന് പറയുന്ന അവളെ ദത്തെടുത്തതായിരുന്നു ഞാൻ ചെയ്ത ഏറ്റവും വലിയ തെറ്റ്. ഇപ്പം അനാമിക ഈ വീട്ടിലേക്ക് കയറി വന്നു. അതും വലിയൊരു തെറ്റായി പോയി. നമ്മളെടുത്ത തീരുമാനം അത് ഉചിതമല്ലായിരുന്നു എന്ന് എനിക്കിപ്പോൾ തോന്നുന്നുണ്ട് എന്ന് പറയുമ്പം നമ്മുടെ വസന്തര പറയുന്നുണ്ട്, അദ്ദേഹം എന്തു പറഞ്ഞാലും ഒരിക്കലും നമുക്ക് അനിയോ അനാമികയോ പിരിക്കാൻ പറ്റില്ലല്ലോ. ഒരിക്കലും പിരിക്കാൻ പറ്റില്ല. ആ ഒരു തീരുമാനം മാത്രം എടുക്കരുത്. നമ്മൾ എങ്ങനെയെങ്കിലും അവരെ മുന്നോട്ടേക്ക് കൊണ്ടുപോവുകയാണ് ചെയ്യേണ്ടത്. അതിന് നമ്മൾ പരമാവധി ശ്രമിക്കണം. നമ്മൾ ജീവിച്ചിരിക്കുമ്പോൾ രണ്ടുപേര് പിരിയുക, അത് ഒരിക്കലും നടക്കരുത് എന്നിങ്ങനെ പറയുന്നുണ്ട് കേട്ടോ നമ്മുടെ അനന്തമൂർത്തി. കാരണം അവർക്കൊന്നും ഇതൊന്നും ഉൾക്കൊള്ളാനായിട്ട് കഴിയില്ല. പഴയ ആൾക്കാരാണല്ലോ, അപ്പം ഡിവോഴ്സ് ഒന്നും ഉൾക്കൊള്ളാനായിട്ട് കഴിയില്ല. പക്ഷെ ദേവയാനി പറഞ്ഞിരിക്കുന്നത് ഇനി അനാമികയെ വെച്ച് പൊറുപ്പിക്കാൻ പറ്റില്ല. അങ്ങനെ അനിയോടും പറയുന്നുണ്ട്, മോനെ, അനാമികയുമായിട്ടുള്ള
നിന്റെ ഇടപാട് ഉടനെ തന്നെ തീരും. പക്ഷെ നീ നന്ദുവിന്റെ പുറകെ നടന്ന് ശല്യം ചെയ്യരുത്. അവർക്ക് നിന്നെ ഇങ്ങോട്ടേക്ക് വിടാൻ അവളെ ഇങ്ങോട്ടേക്ക് വിടാൻ താല്പര്യമില്ലെങ്കിൽ നീ വെറുതെ അവളുടെ പുറകെ നടന്ന് നേരം കളയരുത്. മാത്രമല്ല അവളെ ഇവിടെ നിന്ന് പറഞ്ഞു വിടുന്നത് വരെ നീ ഒരു സമീപനം പാലിക്കണം. അറിയാലോ പ്രശ്നങ്ങളൊക്കെ. ഇനിയിപ്പം ഇത് ഇവളൊരു കാരണമാക്കി എടുക്കും. നീ നന്ദുവിന്റെ പുറകെ നടന്നു എന്നും പറഞ്ഞുകൊണ്ട് കാരണമാക്കി എടുക്കും എന്നൊക്കെ പറയാം. അപ്പൊ ഇതിനിടയിൽ നമ്മുടെ കനകദുർഗയും ഗോവിന്ദന്റെ ഒക്കെ എടുത്ത് ചെല്ലുന്നുണ്ട് നയന. ഇവിടുത്തെ കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്, രണ്ടടുക്കളയായ കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്. മാത്രമല്ല നവ്യ ഇപ്പോഴും ജലജയുടെ കൂടെ തന്നെയാട്ടോ നിൽക്കുന്നത്. നവ്യയുടെ വിശ്വാസം അവര് നവ്യനെ സ്നേഹിക്കുന്നുണ്ട്, നവ്യയുടെ കുഞ്ഞിനെ പൊന്നുപോലെ നോക്കുന്നുണ്ട് എന്നൊക്കെയാണ്. പക്ഷെ നവ്യക്ക് അറിയില്ല ഇതിന്റെ പിന്നിൽ എന്താണെന്നൊന്നും. അതിന്റെ ഇടയിൽ അഭിയുടെ കള്ളത്തരവും ഒക്കെ ഇങ്ങനെ നടന്നു പോയിക്കൊണ്ടിരിക്കുകയാണ്. അഭി കള്ളത്തരത്തിന് മേൽ കള്ളത്തരമായിട്ട് നടക്കുന്നു. അതേതായാലും ഉടനെ ഒന്നും നമ്മുടെ നവ്യ തിരിച്ചറിയില്ല. കാരണം നവ്യ തിരിച്ചറിഞ്ഞാൽ നവ്യയുടെ ജീവിതം തന്നെ അവിടെ തീരും. നവ്യ ഒരിക്കലും പിന്നെ അഭീനെ ഉൾക്കൊള്ളുകയോ അഭീനെ ഭർത്താവായിട്ട് അംഗീകരിക്കുകയോ ഒന്നും ചെയ്യില്ല. അപ്പൊ അതുകൊണ്ട് അത് ഉടനെ ഒന്നും അറിയുന്നില്ല കേട്ടോ. അപ്പൊ നമ്മുടെ അനാമികയുടെ കട്ടവും പടമൊക്കെ ഇപ്പൊ ഉടനെ തന്നെ പൊളിയൂട്ടോ. അനാമിക നേരെ അനന്തപുരി തറവാട്ടിന്റെ പടി ഇറങ്ങേണ്ട വരും. ഈ പറയുന്ന നഷ്ടപരിഹാര തുകയോ ഒന്നും കൊടുക്കാതെ തന്നെ നമ്മുടെ അനന്തമൂർത്തി തന്നെ ഇറക്കി വിടുന്ന ഒരു അവസരം വരും. അനന്തമൂർത്തിയുടെ കണ്ണിൽ തന്നെ പലതും കാണും, കേൾക്കും. അപ്പൊ കാത്തിരുന്ന് തന്നെ കാണാല്ലേ. അപ്പൊ എല്ലാവരും കാത്തിരിക്കും. നമ്മൾ ഇന്ന് രാവിലെ വിശേഷം ഇട്ടിട്ടുണ്ടായിരുന്നില്ല. നമ്മൾ ഞായറാഴ്ച വിശേഷം ചെയ്യാറില്ലായിരുന്നു. എവിടെയെങ്കിലും ഒക്കെ പോകുന്നത് ഞങ്ങൾ ഞായറാഴ്ച ആണ് കേട്ടോ. അപ്പൊ അതുകൊണ്ട് തന്നെ ഞായറാഴ്ച എനിക്ക് ടൈം കിട്ടത്തില്ല. നമ്മൾ എപ്പോഴും രാവെന്നോ പകലെന്നോ ഇല്ലാതെ നമ്മൾ വീഡിയോസ് ഒക്കെ ഇടുന്നതാണ്. അപ്പൊ ഒരു ദിവസം റിലാക്സ് വേണമല്ലോ. അതുകൊണ്ട് ഞങ്ങൾ ഞായറാഴ്ച ദിവസം ഞാൻ മക്കൾക്കും ഹസ്ബൻഡിനും ഒക്കെ വേണ്ടി മാറ്റി വെക്കുന്ന ദിവസമാണ്. അപ്പൊ അവരുടെ കൂടെ ആയിരിക്കും. അപ്പൊ അതാണ് ഞാൻ ഞായറാഴ്ച വീഡിയോസ് ഒന്നും ഇടാത്തത് കേട്ടോ. അപ്പൊ എല്ലാവരും കാത്തിരിക്കുക. എല്ലാവർക്കും വീണ്ടും നല്ലൊരു ശുഭരാത്രി നേർന്നുകൊണ്ട് നാളെ രാവിലെ നയനിയുടെയും ആദർശിന്റെയും കഥയും രേവതിയുടെയും സച്ചിയുടെയും കഥയും പിന്നെ അലീനയുടെ കഥ നമ്മൾ ഇട്ടിട്ടുണ്ട് കേട്ടോ. നാളത്തെ കഥ ഇട്ടിട്ടുണ്ട് നമ്മുടെ റിയൽ സ്റ്റോറിക്കകത്ത്. അപ്പൊ അതൊക്കെ ആയിട്ട് പിന്നെ കാണുന്നവര് ടാറ്റ ബൈ ബൈ. ഒരു ലൈക്ക് അടിക്കാൻ മറക്കരുത്. കൂടെ ഒരു ഹൈപ്പും.